നമ്മളിപ്പോ മൊബൈല് മാത്രമല്ല ഇപ്പൊ ലാപ്ടോപ്പും പൊട്ടിച്ച് സെക്കൻഡ് ആക്കി കൊടുക്കും. 50,000 വരുന്ന HP ലാപ്ടോപ്പ് പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ട് 38,000 കൊടുക്കും. 1,10,10,000 പുതിയ റേറ്റ്. ഇവിടുത്തെ റേറ്റ് 89,900. 60,000 60,000 9,000 ഇപ്പൊ കൊടുക്കുന്നത് വെറും 9,900 കാണുക. ഒന്ന് ഷെയറും ചെയ്യാൻ നല്ലൊരു എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ അഭിപ്രായങ്ങളാവാം 5 പേർക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, 5 പേരെ തെരഞ്ഞെടുക്കും. അവർ ഇനി എങ്ങനെയാണ് ബോക്സ് പൊട്ടി സെക്കൻഡ് ആണ് ജസ്റ്റ് വേണമെന്ന് കാണിച്ചു തരാം. ഇത് പൊട്ടിച്ച പിന്നെ പ്രൈസ് കണക്കൂട്ടുമ്പോൾ 1,85 വരുന്നത്. മൊബിക്കോന്റെ പ്രൈസ് ആണ് ശരിക്കും ഹൈലൈറ്റ്. വെറും 57,000 നമ്മൾ ഇത് കൊടുക്കാൻ പോണത്. വെറും 57,000 രൂപക്കാണ് പിക്സൽ പകുതിയിലും വീണ്ടും കുറച്ചിട്ടാണ് പിക്സൽ ഡി ഫോൾഡ്. ഇപ്പൊ 1,10,10,000 പുതിയ പ്രൈസ് വരുന്നത്. എന്തിനാ ഗൂഗിൾ പിക്സൽ 9 പ്രോക്ക്. മൊബിക്കോയിൽ കൊടുക്കുന്ന പ്രൈസ് വെറും 63,000 രൂപക്കാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷത്തിൽ 365 ദിവസം നല്ല അടിപൊളി ഓഫർ നടക്കുന്ന മൊബൈൽ ഷോപ്പിലേക്കാണ് നമ്മൾ എത്തിയത്. മൊബൈൽ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ എല്ലാത്തരം ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പ് ചെയ്യുന്നുണ്ട്, ടാബുകൾ കിട്ടും, എല്ലാം തന്നെ കിട്ടും. അതെല്ലാം തന്നെ വമ്പ വിലക്കുറവിലാണ് കിട്ടുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിന്റെ ഒക്കെ ചാകര തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് നമ്മൾ ഐഫോൺ കാണാം. താഴെ ഷോറൂമിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഉള്ള ആൻഡ്രോയിഡിന്റെ സിസ്റ്റം കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം തന്നെ വളരെ വിലക്കുറവ്, ഏകദേശം പകുതി വിലയിലായിട്ട് ഇവിടെ എല്ലാം തന്നെ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ലാപ്ടോപ്പുകളായാലും ടാബുകളായാലും എല്ലാതരം ഐറ്റംസും ഉണ്ട്. നിങ്ങൾ ഇവിടെ വരണമെന്നില്ല, അതല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഇവിടെ വന്നാണ്ട് പരിചയപ്പെടാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഇവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുള്ള ഷോപ്പാണ്. ഇനി ഷോപ്പിന്റെ പേര് വരുന്നത് മൊബിക്കോ എന്നാണ്. മറ്റെവിടെ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിലാണ് ഈ മൊബിക്കോന്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അത് ഒത്തിരി ഐറ്റംസ് ആൻഡ്രോയിഡ് മൊബൈൽസിൽ നമ്മൾ ഏകദേശം 1,00,000 മുകളിലുള്ള പ്രൈസ് റേഞ്ച് ഉള്ള ഫോണൊക്കെ നമ്മൾ ഏകദേശം ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് 50 ചില്ലറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ. പിന്നെ ഇവിടെ ലാപ്ടോപ്പ് ഇട്ട് അതെല്ലാം തന്നെ ഇതിപ്പോ ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു 10 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ലാപ്ടോപ്പ് കിട്ടും. ഇതിന്റെ ഒറിജിനൽ വില വരുന്നത് ഏകദേശം 60,000 രൂപ കാര്യങ്ങളാണ്. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് കമന്റ് ചെയ്യുന്നവർക്കെല്ലാം സമ്മാന കാര്യങ്ങളൊക്കെ അതും ഒരിക്കലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ വിജയികളെ നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് ഷെമീർ ബോർഡ് ഒരുങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷെമീർ ബോർഡോടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കും. ഒത്തിരി ഐറ്റംസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതാണ്. റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ബമ്പർ നറുക്കെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പം അതെ, അപ്പൊ അതിന് ഒരുപാട് നറുക്കെടുപ്പ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. പുതിയ ഓഫറുകളും നിലവിലുണ്ടല്ലേ. അപ്പൊ ഇപ്പൊ എന്താ പുതിയ ഓഫർ വന്നിട്ടുള്ളത്? മൊബിക്കോൽ ഒരിക്കലും ഓഫറുകൾ അവസാനിക്കൂല. എല്ലാ ദിവസവും മൊബിക്കോൽ ഓഫറുകൾ തന്നെ. കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. ഇപ്പോഴും ഓരോ പർച്ചേസിന്റെ കൂടെ ഷുവർ ആയിട്ടുള്ള 3 ഗിഫ്റ്റ് ഇപ്പോഴും മൊബിക്കോൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ നിർത്തൂല. അതുപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിലാണെങ്കിലും മൊബൈലിന് പൊതുവെ റേറ്റ് കൂടിയൊരു സമയമാണ്. എന്നാലും മൊബിക്കോൽ ഇപ്പോഴും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് അതിനൊരു മാറ്റം വന്നിട്ടില്ല. കാരണം മൊബിക്കോ ഒന്നും സാധാരണക്കാരപ്പരാണ്. വർഷത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിനെ ഇരട്ടി നിങ്ങൾ ഓഫർ കൊടുത്തോണ്ടിരിക്കും. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വന്ന് വാങ്ങിക്കാനും അവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കാനും വാങ്ങിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കുക. കേരളത്തിൽ എവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ കൊടുക്കുക എന്നുള്ളതാണ് മൊബിക്കോന്റെ ഏക ലക്ഷ്യം. എന്നും സാധാരണക്കാരൊപ്പം ഇവിടെ നമ്മൾ ഉണ്ടാവും. നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് നല്ലൊരു അടിപൊളി ഫോൺ നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു 10,000 രൂപ മുതൽ മേലോട്ട് എത്ര വിലയുള്ള ഫോണാണെങ്കിലും ഇത് മൊബിക്കോലോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈസിന് അത് കേരളത്തിൽ എവിടെയും കിട്ടാത്ത വിലക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കഴിഞ്ഞ സമ്മാനങ്ങൾ നമ്മൾ തരും. തൊട്ടടുത്ത ദിവസമായിട്ട് ഒരു കഴിഞ്ഞ 4 ദിവസം എത്താൻ പറ്റില്ല. കഴിഞ്ഞ ജനുവരി 30 നമ്മൾ ആക്റ്റീവിന്റെ നറുക്കെടുപ്പ് നടത്തി. നമ്മുടെ എറണാകുളത്തുള്ള ഒരു കസ്റ്റമർക്കാണ് അതിന്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ബമ്പർ. നമ്മളെ ബമ്പർ കിട്ടിയത് എറണാകുളത്തുള്ള സ്റ്റീവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ്. നമ്മളെ പേജിൽ കയറി കഴിഞ്ഞിട്ട് അതിന്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോ ഇന്ന് നമ്മള് ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളായിട്ട് തന്നെ വന്നത്. നമ്മൾ മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗൂഗിളിന്റെ ഒരു പിക്സൽ ഫോൺ. അല്ലേ ഇത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവച്ചാലും ഇവിടെ കണ്ടില്ല, ഇവിടെ ചാകര കണക്കിനാണ് 1, 2, 10, 100 അല്ല 150 പരം പീസ് ചാകര കണക്കിനാണ് പിക്സൽ ഫോൺ എടുക്കുന്നത് വീഡിയോ ചെയ്യുന്നത്. ഈ പിക്സലിന്റെ ഫോൾഡ് ഫോൺ മുമ്പേ നമ്മൾ ഒരുപാട് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 10, 20 അല്ലെങ്കിൽ 30 പീസ് നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ടാവും. വീഡിയോ പുറത്ത് പോയി 2 ദിവസം കഴിയുമ്പോഴേക്ക് സാധനം സ്റ്റോക്ക് ഔട്ട് ആവില്ലേ. കാരണം ഇത് അത്രയും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി പ്രീമിയം ഫോണാണ് ഫോൾഡ് ഫോൺ ഉപയോഗിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ പുതിയ റേറ്റ് നോക്കുമ്പോൾ 1,80, 1,85, 1,87,000 കൊടുത്തിട്ട് ഒരു സാധാരണക്കാരൻ ഫോൾഡ് ഒരിക്കലും വാങ്ങില്ല. അത് സ്വപ്നമായിട്ട് അവിടെ കിടക്കുന്നല്ലാണ്ട് വാങ്ങിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും.
അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പിക്സലിന്റെ ഈ ഒരു ഫോൾഡ് ഫോൺ കൊണ്ടുവന്നത്. ഇതിന്റെ റേറ്റും ഇവിടുത്തെ റേറ്റും എന്ന് പറഞ്ഞുതരാം. ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി ഇല്ലേ, നല്ല അടിപൊളി സാധനമാണ് ഗൂഗിളിന്റെ ഫോണ്. കാരണം ഗൂഗിളിന്റെ ഫോണുകൾ ഉപയോഗിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, ജപ്പാൻ, ചൈന ഇതുപോലത്തെ പ്രീമിയം ആയിട്ടുള്ള രാജ്യക്കാർ ഉപയോഗിക്കുന്ന ഫോണാണ് ഗൂഗിളിന്റെ ഫോണ്. അപ്പൊ അതിന് അതിൻ്റെതായ ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവും. കൊറിയ അല്ലെ ജപ്പാൻ ആയിരിക്കും ഇതിന്റെ ബിൽഡ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ഫോൺ ഉണ്ടാവും. അപ്പോൾ ഈ പിക്സലിന്റെ ഈ ഒരു ഫോൺ അടിപൊളി ഫോൺ. ഇതിന്റെ ക്യാമറ ഉപയോഗിക്കാത്ത ഫോണാണ്, ആരും ഇതുവരെ ഉപയോഗിക്കാത്ത. ഇതിന്റെ വീഡിയോ റെക്കോർഡിങ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ഒന്നും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും, ക്യാമറ മാറി കിട്ടും. അതെ, വീഡിയോ റെക്കോർഡിംഗ് നടക്കുകയാണെങ്കിൽ അത്രയും ക്ലാരിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്ലേ ചെയ്താൽ മനസ്സിലാവും. ഉണ്ടോ ഇതിന്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് ഒഴുകുന്ന മാതിരി ഇങ്ങനെ ഒഴുകും. ഞാൻ പറയലുണ്ട്, ഒരു ചെറിയ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ വേറെ ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയില്ല, പിക്സലിന്റെ ഈ ഒരു ഫോൾഡ് ഫോൺ കഴിഞ്ഞാൽ അത്രയും നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാം. അതപ്പോൾ തന്നെ പെർഫോമൻസ് നോക്കണ ഗൂഗിളിനെ പറ്റി ഞാൻ പറയേണ്ടിയില്ല, പക്ക ഒരു ബിസിനസ് ഫോണാണ്. 1,85,000 ഇതിന്റെ പുതിയ പ്രൈസ് വരുന്നത്, ഇന്ത്യൻ പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പ്രൈസ് ഇത് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടില്ല. നമ്മൾ ഡോളർ ബേസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് വരുന്നത് 1.85 വരുന്നുണ്ട്. ഈ വിദേശത്തൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 2ന്റെ മുകളിൽ ഇതിന്റെ റേറ്റ് അവിടെ 2ന്റെ മുകളിൽ അവിടെ റേറ്റ് വരുന്നുണ്ട്. ഇന്ത്യൻ പ്രൈസ് കണക്കൂട്ടുമ്പോൾ 1.85 വരുന്നത്. മൊബിക്കോന്റെ പ്രൈസ് ആണ് ശരിക്കും ഹൈലൈറ്റ്. വെറും 57,000 നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത്. വെറും 57,000 രൂപയ്ക്കാണ് പിക്സലിന്റെ പകുതിയിലും വീണ്ടും കുറച്ചിട്ടാണ് പിക്സലിന്റെ ഈ ഫോൾഡ് ഫോൺ. അതും 6 മാസത്തെ വാറന്റിയിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഒരു 200 കിലോമീറ്റർ ചുറ്റളവുള്ള ആളുകൾക്കാണ് ഫിനാൻസ് വേണം, നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും. ഫിനാൻസും കൊടുക്കാം, രൂപ പോലും ഇല്ലാത്ത സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കൂടുതലും പോകുന്നത്, ഈ സാധനം കൂടുതലും പോകുന്നത് എറണാകുളം, ഇടുക്കി, കോട്ടയം ആ ഭാഗത്തുള്ള സ്റ്റുഡൻസുകളൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്പിൽ അവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട്, കാരണം അവിടെ ഈ ഫോൺ അത്രയും ഡിമാൻഡ് കൊണ്ട് ഭയങ്കര പ്രൈസ് ചെയ്യാം. ഇവിടേക്ക് വീട്ടിൽ വിളിച്ചിട്ട് അവർ വന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ഫോൺ ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്നത്, ഏറ്റവും കൂടുതൽ പോകുന്നല്ലേ ആണല്ലേ. ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി 1,80,000 ചില്ലറ വരുന്ന ഫോൺ ഇപ്പൊ വരുന്ന റേറ്റ് 57,000 ആണ്. ഇത്രയും പീസ് നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ള ആളുകൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. തൊട്ട മുമ്പ് വീഡിയോയിലൊക്കെ ഞാൻ പറയല്, ഇത് വരുന്നവര് വിളിച്ച് വന്നിട്ട് ഉറപ്പുവരുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. 10 ദിവസമൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷയുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ഒരു ഫോൾഡ് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക, ഓർഡർ ചെയ്യുക. ഇതല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കൊറിയർ ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചേരും. പിന്നെ വിളിച്ചിട്ട് കിട്ടുന്ന ഒരു പരാതിയാണ് മൊബിക്കോന്റെ വീഡിയോന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് കാണല്. ഒരു ദിവസം 5,000 മുതൽ 10,000 കോൾ വരെ മൊബിക്കോന്റെ കസ്റ്റമർ കെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഇല്ല. അതെ, ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഞാൻ ഒരു 25 സ്റ്റാഫിന് വെച്ചിട്ട് ഒരു കസ്റ്റമർ കെയർ സൗകര്യം ഒരുക്കെങ്കിൽ മാത്രമേ വിളിച്ചിട്ട് കിട്ടുന്നുള്ള പരാതി എനിക്ക് തീർക്കാൻ പറ്റൂ. നമ്മൾ ഈ ചെറിയ മാർജിൻ എടുത്ത് ചെയ്യുന്ന കച്ചവടത്തിന് അത്രയും കൂടുതൽ ആളുകളെ ഇരുത്തിയിട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കില്ല. അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല പരാതികൾ പറയുന്നതിന് പകരം വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ പരമാവധി നമ്മൾ റിപ്ലൈ തരും. നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് എല്ലാവർക്കും ഒന്ന് തന്നെ റിപ്ലൈ കൊടുക്കുന്നതല്ലേ? പരമാവധി ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ 3 സ്റ്റാഫ് നിലവിൽ ഇരുന്നുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുകയും വാട്സപ്പിൽ മെസ്സേജ് റീപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ കോൾ വരുന്ന സമയത്താണ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഓഫർ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. നേരെ കൂടുതൽ മൊബിക്കോൾക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ വാങ്ങി പർച്ചേസ് ചെയ്യുക, എല്ലാം ചെയ്യാം. അടുത്തായിട്ട് ഏതാണെന്ന് നോക്കാം. ഇനി പിക്സലിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പിക്സൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എവിടെ കിട്ടുന്ന വെച്ചാൽ ധൈര്യം മൊബൈൽ. കാരണം ഒരുപാട് സ്റ്റോക്ക് 1, 2, 10, 100, 200, 300 അല്ല ഇപ്പൊ നിലവില് മൊബിക്കോല് പിക്സലിന്റെ അതുപോലെ ഇവിടെയും വെച്ചിട്ടുണ്ട് പിക്സലിന്റെ മോഡലാണ്. ഇനി നിങ്ങൾക്ക് ബോക്സ് പീസ് പിക്സൽ വേണമെങ്കിൽ ഇതാ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇവിടെയും കിടക്കുന്നുണ്ട്. ബോക്സ് പീസ് ഒക്കെ ആണെങ്കിൽ അവിടെയും കിട്ടുന്നുണ്ട് കേട്ടോ. അതെ, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ ഇതിന്റെ മോഡൽ ഇനി വേണത് പിക്സൽ ഇവിടെയും കൂട്ടിയിട്ടുണ്ട്. പിക്സലിന്റെ മോഡൽ ഇപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ബോക്സ് പീസുകളൊക്കെ പിക്സൽ 9, 9 Pro, 9 Pro XL, 10, 10 Pro XL, 10 Pro ഇത്രയും ബോക്സ് പീസുകളാണ് പിക്സൽ ബോക്സ് പീസുകൾ. ഇതൊക്കെ 1,20,000 1.30 റേഞ്ചിലാണ് 10 Pro പിന്നെ 10 Pro XL ഒക്കെ റേറ്റ് വരുന്നത്. അതൊക്കെ 80, 82 ആ റേഞ്ചിലാണ് നമ്മൾ മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത്. 40 സെക്കൻഡായി കൊടുക്കാൻ പോകുന്നത്. പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ പ്രൈസാണ് ഏറ്റവും പൊട്ടിച്ച റേറ്റ് ഉള്ളത്. ഇനി പിക്സലിലേക്ക് നോക്കുകയാണെങ്കിൽ പിക്സലിന്റെ 9 Pro എന്ന് പറഞ്ഞ മോഡല് നല്ല അടിപൊളി മോഡലാണ്. പിക്സൽ 9 Pro
പിക്സലിന്റെ 9 Pro ട്ടോ. ഈ മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ഫോണാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഫോണായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ 1,10,10,000 ഇതിന്റെ പുതിയ റേറ്റ് വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയിൽ ഗൂഗിളിനെ വെല്ലാൻ ഇന്ന് വേറൊരു കമ്പനി ഇല്ല. ഒരു ഐഫോണിനെയും കാട്ടിയും വെല്ലുവിളിക്കാൻ പറ്റുന്ന ക്യാമറ ക്വാളിറ്റി ആണല്ലേ. എന്തുകൊണ്ടാണെങ്കിലും ഐഫോണിനെ വരെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഗൂഗിൾ പിക്സൽ. വേൾഡ് വൈഡ് ആയിട്ട് ഒറ്റയടിക്ക് കമ്പനി ഇറക്കിയ ഒരു മോഡലാണ് ഗൂഗിൾ പിക്സൽ. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഒന്നും കുറ്റം പറയാനില്ല. പിന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കിട്ടിയവർക്ക് കിട്ടി 2-3 മാസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കമ്പനികൾക്ക് അപ്ഡേഷൻ കിട്ടും. അപ്പോൾ 1,10,000 പുതിയ പ്രൈസ് വരുന്നത്. എന്തിനാ? ഗൂഗിൾ പിക്സൽ 9 Proക്ക് മൊബിക്കോയിൽ കൊടുക്കുന്ന പ്രൈസ് വെറും 63,000 രൂപക്കാണ്. 6 മാസത്തെ വാറണ്ടിയിൽ നോൺ ആക്റ്റീവ് സിം ഇട്ട് ആരും ഉപയോഗിക്കാത്ത ഈ ഒരു മോഡൽ 63 കൊടുക്കുന്നത്. 63 പിക്സൽ 9 Pro കൊടുക്കുന്നുണ്ട്. 9 Pro XL ഉണ്ട്. 68 രൂപയ്ക്ക് പിക്സൽ 9 Pro XL. 1,30,000 പുതിയ റേറ്റ് വരുന്നത്. 68,000 രൂപയ്ക്കാണ് പിക്സൽ 9 Pro. ഇതിന്റെ ക്യാമറ, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും സൗണ്ടും ഒരു വേറെ ലെവലാണ്. ഞാൻ പിക്സലിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ 100 നാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 2019 മുതൽ നമ്മൾ ഉപയോഗിക്കുകയും ക്വാണ്ടിറ്റി കണക്ക് നമ്മൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. കംപ്ലൈൻറ്റ്സ് ഏറ്റവും കുറവുള്ള ഏറ്റവും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഫോണാണ് ഗൂഗിളിന്റെ പിക്സൽ ഫോണുകൾ. ഇനി ഇതിൽ തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ പിക്സൽ 8 Pro ഉണ്ട്. 3 താഴോട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ പിക്സലിന്റെ 8 Pro ഉണ്ട്. 8 Pro പുതിയത് വരുന്നത് 90,000 രൂപയാണ്. നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇപ്പൊ തന്നെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. 90,000 രൂപയാണ് പിക്സലിന്റെ 8 Pro നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വരുന്ന റേറ്റ്. മൊബിക്കോയിൽ കൊടുക്കുന്ന റേറ്റ് വെറും 40,000 രൂപയാണ്. 90 രൂപയുള്ള ഫോണ് നോൺ ആക്റ്റീവ് ആയ പീസാണ് ഏകദേശം 40,000 രൂപയ്ക്ക് പകുതിയിൽ വീണ്ടും വില കുറച്ചിട്ടാണ് പിക്സലിന്റെ 8 Pro ഒക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അത് 1, 2, 10 പീസാണ് കേട്ടോ. കമ്പനിക്ക് എല്ലാ മോഡലും എല്ലാ GB-യും 128 ഉണ്ട്, 256 ഉണ്ട്, 512 ഉണ്ട്. എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട്. നമ്മള് വീഡിയോയിൽ കൂടുതലായിട്ട് വരുന്ന കമന്റ് ആണ് ഇത് സ്റ്റോറേജ് പറഞ്ഞില്ല. 9 Pro ഉണ്ടില്ലേ, ഒരുപാട് പീസ്, ഒരു 10-50 പീസിന്റെ മുകളിൽ 9 Pro ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പിക്സൽ നിങ്ങൾ ഇത്ര കൂടുതൽ സ്റ്റോക്ക് കാണണമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ കൊടുവള്ളി മൊബിക്കോൾ തന്നെ വരണം. കാരണം പിക്സൽ നമ്മൾ അത്ര ക്വാണ്ടിറ്റി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു പ്രീമിയം ഫോണാണ്. പ്രൈസിന്റെ കാര്യത്തിലും നല്ല വ്യത്യാസത്തിലാണ് മൊബിക്കോൾ ഇതൊക്കെ കൊടുക്കാൻ പോകുന്നത്. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ പിക്സൽ 7 Pro ഉണ്ട്. 90 രൂപയ്ക്ക് വന്നിരുന്ന മോഡലാണ്, ഇപ്പൊ ഇറങ്ങുന്നില്ല. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 32,000 രൂപ. 32,000 രൂപയ്ക്കോ? അതെ. അതുപോലെ പിക്സൽ 9 ഉണ്ട്, 9A ഉണ്ട്. അതുപോലെ 6A 60,000 രൂപയ്ക്ക് വന്നിരുന്ന മോഡലായിരുന്നു. നമ്മൾ കൊടുക്കുന്നത് 16,500. 16,500? അതെ. ഇനി 9 Pro XL ഇങ്ങനെ എല്ലാ മോഡലും 88. പിക്സൽ ഏതൊക്കെ മോഡല് ഏതൊക്കെ കളറിൽ കമ്പനി ഇറക്കിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കൊടുവള്ളി മൊബിക്കോൽ വന്നിക്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഇതേവരെ കാണാത്ത ഒരുപാട് കമ്പനികൾ, ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ പറ്റും. ഇപ്പൊ തന്നെ സോണിന്റെ ഫോണൊക്കെ ഇപ്പൊ എവിടെ ഇല്ലാത്ത മോഡലാണ്. സോണിന്റെ ഫോണുകളൊക്കെ സോണിന്റെ മോഡലല്ലേ? സോണിന്റെ ഫോണ് ഇതൊക്കെ 80-85 രൂപ വന്ന മോഡലാ. 18,500 നമ്മൾ കൊടുക്കുന്നത്. 18,500 ഒന്നും കൂടുതൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ. കാരണം അതെന്നെ ചോദിച്ച് പിന്നെ വരരുത്. അതുപോലെ വെറൈറ്റി ഒരുപാട് കമ്പനികളുണ്ട്. ഇതുവരെ കാണാത്ത മോഡൽ. ഐക്യൊക്കെ അങ്ങനെ വരുന്നേ? ഐക്യൊക്കെ 22 രൂപ റേഞ്ച്. 22 രൂപ റേഞ്ച് അല്ലേ? ഇപ്പൊ ബ്രാൻഡ് പുറത്തുനിന്ന് തന്നെ ജപ്പാൻ സാധനം ന്യൂബിയ ജപ്പാൻ സ്റ്റൈൽ അല്ലേ? അതുകൊണ്ടാ. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ വൺപ്ലസിന്റെ 9R എന്ന് പറഞ്ഞൊരു മോഡൽ. അത് ബോക്സിൽ ഇനി നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു 100 പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഏതാണ്ട് കഴിഞ്ഞതിന് ശേഷം 1 പീസ് ഇന്ന് സ്റ്റോക്ക് കിട്ടിയതാണ്. OnePlus 9R എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 870 പ്രൊസസർ വരുന്നത്. OnePlus അതെ. പുതിയ ഏതാണ്ട് 40 രൂപ റേഞ്ചിൽ വന്നതാണ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും 19 രൂപയ്ക്ക്. 19 രൂപയ്ക്ക് ഫുൾ ബോക്സ് പീസ് സാധനം. 19 രൂപയ്ക്ക് ഫുൾ ബോക്സ് പീസ്. അടിപൊളി. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സൽ വരുന്നുണ്ട്, ബാക്ക് 48 മെഗാ പിക്സൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്നാപ്ഡ്രാഗൺ 870 പ്രൊസസർ ഈ ഒരു പ്രൈസിൽ വേറെ എവിടെയും കിട്ടൂല. നമുക്ക് കേരളത്തിലെ വേറെ ഒരു ഷോപ്പിൽ നമുക്ക് കാണാൻ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോന്റെ റെനോന്റെ അടിപൊളി മോഡലാണ് പുതിയ വന്നത്. റെനോ മോഡല്. ഇത് ജസ്റ്റ് ഒന്ന് പുറത്തെടുത്ത് കാണിച്ചാലുള്ള കാരണം ഇതിന്റെ ഒരു സൈസ് ഒരു കൈ പിടിച്ചിട്ട് നമ്മളെ കയ്യിലേക്ക് ഒതുങ്ങുന്ന മോഡലാണ്. ഒരു സ്റ്റൈലൻ മോഡൽ ഫോണാണ്.
റെനോന്റെ 15 തന്നെ നമ്മള് റെനോ 15. വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വൈറ്റ് അല്ലേ? അതെ 8GB 256 വരുന്ന റേറ്റ് 38,500. 38,500. അപ്പൊ ഒറിജിനൽ വില ഇവിടുത്തെ വില 46,000 പുതിയ റേറ്റ്. മൊബിക്കോന്റെ റേറ്റ് 38,500. 38,500. 38,500 ആരും ഉപയോഗിക്കാത്ത ഫ്രഷ് പീസ്. ആരും ഉപയോഗിക്കാത്തതാ ബോസ് പീസ് സാധനമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഉണ്ടല്ലോ ഒരുപാട് ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉണ്ട് ഇവിടെ. ഇനി റെനോ 15 ഉണ്ട്, അതുപോലെ തന്നെ 15 Pro ഉണ്ട്, 15 Pro മിനി ഉണ്ട്, റെനോ 14 ഇങ്ങനെ പറഞ്ഞ റെനോ സീരീസ് എല്ലാം ഉണ്ട്. റെനോ 14 ഏതാണ്ട് ഒരു 6,500 മുതൽ 10,000 12,000 വരെ കുറച്ചിട്ട് വലിയ മോഡലൊക്കെ നമ്മൾ മൊബിക്കോല് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കും. ഫ്രഷ് ഫോൺ ഒരു വർഷത്തെ വാറണ്ടിയില് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ, ബാക്കി കസ്റ്റമർ സിമ്മിടെ ഉപയോഗിക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരുപാട് മോഡൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കൗണ്ടർ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ സാംസങ്ങിന്റെ S23 24 ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ മോഡൽ. ഇതിപ്പോ യൂസറിൽ ബെറ്റർ ആണോ? ഇതിപ്പോ യൂസ്ഡ് ഫോണാണ്. എത്ര റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 10 രൂപ മുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 5G ഫോണുകളുണ്ട്. 5G മൊബൈൽസ് 10 രൂപ മുതൽ തുടങ്ങുന്നുണ്ടല്ലേ? ചെറിയ മോഡൽ ഐറ്റം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് അതിന് തന്നെ വരും. അതുകൊണ്ട് റിയൽമിന്റെ 16 Pro 16 Pro Plus എന്നൊക്കെ പറഞ്ഞ പുതിയ മോഡൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു 8,000 10,000 വരെ കുറച്ചിട്ടാണ് പുതിയത് നമ്മളിവിടെ സെക്കൻഡ് ആക്കി കൊടുക്കാൻ പോകുന്നു കേട്ടോ. സെക്കൻഡ് ആക്കി കൊടുക്കുന്നില്ലേ? ഒരു 7 രൂപ 8 രൂപ മിനിമം ആ റേഞ്ചിൽ 10,000 രൂപ വരെ കുറവിലുള്ള മോഡൽ ഉണ്ട്. അപ്പൊ ഞാൻ റിയൽമിന്റെ എല്ലാ മോഡലും 15 15 Pro 15 Pro ലൈറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് റിയൽമിന്റെ എല്ലാ മോഡലും ഇതൊക്കെ ബോക്സ് ജസ്റ്റ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ട് 5,000 8,000 10,000 വരെ കുറച്ചിട്ടാണ് മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത്. ഓൺലൈനൊക്കെ ചെറിയ പ്രൈസ് കുറവ് ആൾക്കാർ കാത്തിക്കുന്ന സമയത്ത് ഇവിടെ വന്നാൽ എപ്പം നോക്കിയാലും നിങ്ങൾക്ക് ഓഫറാണ്. ചെറിയ പൈസ അല്ല, 6,000 8,000 10,000 20,000 വലിയ മോഡലൊക്കെയാണ് 30,000 വരെയൊക്കെ കുറച്ചിട്ടാണ് മൊബിക്കോൽ ഇതൊക്കെ എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നത്. സാംസങ്ങിന്റെ Z Flip 7 ഒക്കെ ഉണ്ട്. 110 പുതിയ റേറ്റ് വരുന്നത്. മൊബിക്കോ കൊടുക്കുന്ന റേറ്റ് 63,000 രൂപ കേട്ടോ. 63,000 അല്ലേ? അതെ, പകുതിയിലും കുറച്ചിട്ട് തന്നെ. അതെ. അപ്പോൾ S25 24 25 അൾട്ര S സീരീസ് എല്ലാം ഇവിടെ ബോക്സ് പീസ് എടുക്കുന്നുണ്ട്. സാംസങ്ങിന്റെ A സീരീസ് എല്ലാം A56 A36 ഒക്കെ നല്ല പ്രൈസ് വ്യത്യാസത്തില്. സീല് പൊടിച്ചിട്ട് തന്നെയല്ല. 12GB 256 റേറ്റ് വരുന്നത് 39 രൂപ. മൊബിക്കോന്റെ റേറ്റ് 29 രൂപ. 10,000 രൂപ കുറച്ചിട്ട് അത് ബോക്സ് പൊട്ടിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ബോക്സ് പൊട്ടി സെക്കൻഡ് ആണ് ജസ്റ്റ് വേണമെന്ന് കാണിച്ചു തരാം. ഇത് പൊട്ടിച്ചാ പിന്നെ അത് ആട്ട് നിൽക്കൂല. പൊട്ടിച്ചാ പിന്നെ ഇതിന്റെ വില കുറഞ്ഞിട്ടോ അല്ലേ? ഇങ്ങനെ പൊട്ടിച്ചെടുത്താല് പലരും വിചാരിക്കുന്നുണ്ടോ ഇത് യൂസ് ചെയ്ത സാധനമാണ് ഈ പൊട്ടിച്ചാണ്ട് വെക്കുന്നതെന്ന്. അതല്ല, ഈ ബോക്സ് പീസാണ് ഇത് പൊട്ടിച്ച് ഇപ്പൊ എന്തായി 39,000 രൂപ ഫോണ് ബോക്സ് പൊട്ടിച്ചോട് സെക്കൻഡ് ആയി എന്തായി 29,000 10,000 രൂപ കുറച്ചിട്ട്. ഇനി ഇത് പൊട്ടിച്ച ഫോണായി. രണ്ടാമത് നമുക്ക് ഇത് ഒട്ടിക്കാൻ കഴിയൂല. ഇത് ഇങ്ങനെയാണ് സാംസങ്ങിന്റെ സീല് വരിക. കണ്ടില്ലേ? ഇതാണ് പുതിയ ഫോൺ പൊട്ടിച്ചിട്ട് മൊബിക്കോല് സെക്കൻഡ് ആക്കി കൊടുക്കാന്ന്. ആളുകൾ ഒരു സംശയം വിചാരിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 6 വർഷത്തിനടുത്തായി നമ്മൾ ഇതേ രീതിയിൽ ബോക്സ് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി സെയിൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കൃത്രിമക്കേടോ അല്ലെങ്കിൽ ഉടായ്പോ കാണിച്ചിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ 6 വർഷം പോയിട്ട് 6 ദിവസം വരെ ഷെൽവിനെ പിടിച്ചിരിക്കാൻ പറ്റൂല. 100% ജെനുവിൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് രീതി മുമ്പോട്ട് പോകാൻ കഴിയൂ. പിന്നെ മൊബിക്കോൾ ഞങ്ങൾ കച്ചവടം ചെയ്ത് ഒരുപാട് വലിയ കോടീശ്വരനാണെന്നുള്ള ഒരു ആഗ്രഹമില്ല. നല്ല ഫോൺ കൊടുത്തിട്ട് നല്ല രീതിയിൽ മാന്യമായിട്ട് കച്ചവടം ചെയ്തിട്ട് ഈ മേഖലയിൽ ഒരു പേരുണ്ടാക്കി എടുക്കുന്ന ഒരു ആഗ്രഹം മൊബിക്കോക്ക് ഉണ്ട്. പിന്നെ അതിൽ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ ഒരുപാട് ഫോണുകൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പോന്റെ F31 F31 Pro Plus A6 Pro പുതിയ മോഡൽ ഒന്നും ഇതൊക്കെ കമ്പനി എന്ന് പുതിയ ഫോൺ ഇറക്കണോ അന്ന് ഇവിടെ ലോഞ്ച് ചെയ്യും. അന്ന് തന്നെ ബോസ് പൊട്ടിക്കും, വില കുറക്കും, സെക്കൻഡ് ആക്കും, നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിലും ഐക്യൂലൊക്കെ ഉണ്ട് കേട്ടോ. 5G സ്റ്റാർട്ടിങ് 12,500. ഐക്യൂല് 12 രൂപയുടെ സാധനം ഞാൻ റെനോ 13 ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് മോഡൽ OnePlusന്റെ 13S 12 11R എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മോഡൽ ഇവിടെയും കിടക്കുന്നുണ്ട്. പിക്സലിന്റെ ബോക്സ് പീസ് നേരത്തെ കാണിച്ചാൽ ഇവിടെ ഒരുപാട് കിടക്കുന്നുണ്ട്. ഇത് ചെറിയ മോഡൽ വിവോന്റെ Y35 കുറച്ച് പഴയ മോഡലാണ്, ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. 11 രൂപയ്ക്ക് അതും കൊടുക്കാൻ പറ്റും. പിന്നെ ഐക്യൂന്റെ മോഡൽ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഐക്യൂന്റെ നിയോ സീരീസ് ആണല്ലോ. സീരീസ് കുറച്ച് അവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മള് വിവോന്റെ X സീരീസ് X200 X200 ഒക്കെ 47 രൂപയുള്ളൂ. 47 രൂപയുള്ളൂ. X300 Pro 1,10,000 പുതിയ റേറ്റ്.
ഇവിടുത്തെ റേറ്റ് 89,900. 89,900 അല്ലേ? അതിന്റെ കൂടെ ഒരു എയർപോഡ് പ്രോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഷുവർ ആയിട്ടുള്ള 3 ഗിഫ്റ്റും ഉണ്ട്. പിന്നെ X300 62,900. 62,900. ഇങ്ങനെ പിടിച്ചിട്ട് വിവോന്റെ X200 FE, X200 Pro, X300 Pro എല്ലാ മോഡലും പ്രോ സീരീസ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇനി വിവോന്റെ V60 ഒക്കെ 29,900 വിവോന്റെ V60 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 29,900. ഇനി അതുപോലെ തന്നെ V60E ഒക്കെ ആണ് 24,900 വിവോന്റെ V60E സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 24,900 വിവോന്റെ V60E സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ 1ഉം 2ഉം 10ഉം പീസല്ല, നോക്കി ഇഷ്ടം പോലെ ഒക്കെ ആ റേഞ്ചിൽ വന്ന പീസുകളാട്ടോ. ഇനി വിവോന്റെ V25 Pro ഉണ്ട്. 40,000 രൂപയ്ക്ക് ഇറങ്ങിയിരുന്ന മോഡലാണ്. ആരും ഉപയോഗിക്കാത്ത കമ്മി ഡെമോ വെച്ച് വരുന്ന പീസ്. വരുന്ന പ്രൈസ് 18,500. 18,500 കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എവിടെയും കാണാം കോൾഡും ഫ്ലിപ്പൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് മോഡൽ. ഇവിടെ ഒന്നുകൂടി നമുക്ക് പ്രീമിയം മൊബൈൽ ആണല്ലോ ഇവിടെ കാണുന്ന എല്ലാം തന്നെ. ഗ്ലാസ്സിൽ അതും കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അധികം പ്രീമിയം മൊബൈൽസ് കാര്യങ്ങളാണ് വന്നിട്ടുള്ള എല്ലാം തന്നെ. ഒരുപാട് ഓഫറുകൾ ഇവിടെ വന്ന് ഫോൺ എടുക്കുന്ന ആളുകൾക്കുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. അതിന് പുറമെ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ പ്രേക്ഷകർക്ക് 5 പേർക്ക് ഈ തരത്തിലുള്ള ഗിഫ്റ്റ് നമ്മൾ ഇവിടെ അയച്ചു കൊടുക്കും. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ഷെയറും ചെയ്യുക, നല്ലൊരു എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ അഭിപ്രായങ്ങളാവാം, നമ്മളെ പോരായ്മകളാവാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും പറയാം, ഒരു കമന്റ് രേഖപ്പെടുത്തുക. അതിന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, 5 പേരെ തിരഞ്ഞെടുക്കും. അവർക്കുള്ള സമ്മാനം സ്ക്രീനിന്റെ മുകളിലായിട്ട് കൊടുക്കും. അപ്പം കഴിഞ്ഞ വീഡിയോയിലുള്ള നമ്മൾ 3 പേർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 പേര് നമ്മൾ ഈ സ്ക്രീനിൽ കാട്ടി കൊടുക്കാം. അവരെന്ത് ചെയ്യാം, മൊബിക്കോനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ സമ്മാനം നമ്മൾ അവരുടെ പേരിൽ അയച്ചിരുന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ക്വാണ്ടിറ്റി സമ്മാനങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ട് ഇത് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതെ, ഒത്തിരി കളക്ഷൻസ് മാത്രമല്ല, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് 3 ഗിഫ്റ്റ്. അപ്പൊ നമ്മള് ഇവിടുത്തെ ആൻഡ്രോയിഡിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഒരുപാട് കണ്ടത്. നേരെ മുകളിലേക്ക് പോയിക്കുകയാണെങ്കിൽ, മൊബിക്കോന്റെ മുകളിലേക്ക് പോയിക്കുകയാണെങ്കിൽ ഐഫോണ്, ടാബ്, ലാപ്ടോപ്പ്, മാക്ബുക്ക് ഒക്കെ നമുക്ക് മുകളിൽ വെച്ച് കാണാം. അപ്പൊ നേരെ എന്ത് ചെയ്യാം, മുകളിലേക്ക് പോട്ടെ. കൂടാതെ ഇവിടെ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുള്ളത് ബൈജൂസിന്റെ ടാബ് പറഞ്ഞാൽ വമ്പ കളക്ഷൻസ് ഇപ്പോഴും ഉണ്ടല്ലേ. അതെ, നമ്മൾ താഴെ ആൻഡ്രോയിഡ് ഫോണിന്റെ കളക്ഷൻസ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ലാപ്ടോപ്പുകൾ കാണാം. ലാപ്ടോപ്പ് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ അങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. മാക്ബുക്ക് ആയിട്ടും ലാപ്ടോപ്പുകളായിട്ടും ലാപ്ടോപ്പ് പ്രീമിയം മോഡലൊക്കെ ഉണ്ട്. 1.25 ലക്ഷം രൂപ വരുന്ന ലാപ്ടോപ്പുകളൊക്കെ ഉണ്ട്. 49 റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. 49 രൂപയ്ക്ക് 29 രൂപ. ഇനി i7 6th Gen 16 GB റാം 256 GB സ്റ്റോറേജ് വെറും 19,000 രൂപയിലേക്കാണ് മൊബൈൽ കൊടുക്കാൻ പോണത്. 19,000 രൂപ. i7 6th Gen 16 GB റാം 256 GB സ്റ്റോറേജ് വെറും 19 രൂപ. വെറും 19,000 രൂപക്കല്ലേ. 8 GB 512 7th Gen 16,500. 16,500. ഇങ്ങനെ ചെറിയ പ്രൈസിലാണ് നല്ല ഹെവി കോൺഫിഗറേഷനുള്ള ടാബുകളൊക്കെ മൊബിക്കോയിൽ കൊടുക്കാൻ പോകുന്നത്. മാക്ബുക്കുകൾ വേറെ ഉണ്ട്, ഒരുപാടുണ്ട്. ഒക്കെ ചെറിയ പ്രൈസിന് വരുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ HP ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ പുതിയത് 50,000 രൂപ വരുന്നതാ. സീൽഡ് പീസാണ്, പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ട് 38 രൂപക്ക് ഇപ്പൊ ഇതും പൊട്ടിച്ചു കൊടുക്കാൻ തുടങ്ങിയോ? നമ്മളിപ്പോ മൊബൈല് മാത്രല്ല, ഇപ്പൊ ലാപ്ടോപ്പും പൊട്ടിച്ച് സെക്കൻഡ് ആക്കി കൊടുക്കാം. 50,000 രൂപ വരുന്ന HP ലാപ്ടോപ്പ് പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയിട്ട് 38,000 രൂപ കൊടുക്കും. 38,000 രൂപ കൊടുക്കും. എല്ലാം വില കുറച്ച് കൊടുക്കുക കേട്ടോ. അതാണ് മൊബിക്കോ. മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ സാധനവും പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കും. അതേപോലെ തന്നെ വേറെ സാധനം കാണിച്ചിട്ട് ഞങ്ങൾക്ക് ക്രോം ബുക്ക് കിട്ടോ. ക്രോം ബുക്ക് പഠിക്കുന്ന കുട്ടിക്ക് ഒരു മിനി ലാപ്ടോപ്പ് മോഡൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി മടക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, ടാബായിട്ട് ആൻഡ്രോയിഡ് ഉപയോഗിക്കാല്ലേ. ലാപ്ടോപ്പിന്റെ ഉപയോഗത്തിനാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ലാപ്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കുക. മടക്കി പിടിച്ചു കഴിഞ്ഞാൽ ടാബായിട്ട് ഉപയോഗിക്കാം. ഏതെങ്കിലും മടക്കി ഇങ്ങനെ വെച്ചേക്കണമെങ്കിൽ വെച്ചേക്കുകയും ചെയ്യാം. അപ്പൊ ഇതിന്റെ പുതിയ റേറ്റ് വരുന്നത് 60,000 രൂപയ്ക്ക് ഇറക്കിയതാണ്. പഴയ മോഡലാണ്. മൊബിക്കോന്റെ പ്രൈസ് ഇട്ടാ ശരിക്കും കിട്ടും. പഠിക്കുന്ന കുട്ടികൾക്ക് ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. 9,900. 9,900 നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മൊബിക്കോ എന്നാൽ വാങ്ങിച്ചു പോകാൻ പറ്റും. ഒറിജിനൽ അല്ലേ? 60,000 രൂപ. 60,000-ന്റെ 9,000 ഇപ്പൊ കൊടുക്കുന്നത് വെറും 9,900. വെറും 9,000 രൂപക്കാട്ടപ്പോ കൊടുക്കാൻ പോകുന്നുണ്ടോ? 9,900. മാറിയത് 9,900 കേട്ടോ.
ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഉപകാരപ്പെടുത്താൻ പറ്റുന്ന മോഡലാട്ടോ. ആ ഒരു 4-5 പീസ് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോക്ക് ഇതല്ലേ വന്നിട്ടുള്ളൂ? അതെ, ഒരു 4-5 പീസ് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് വിളിച്ചോളി. ഇനി മുമ്പേ നമ്മൾ ബൈജൂസ് ടാബിനെ പറ്റി ഒരുപാട് പറഞ്ഞതാണ്. ഇത് കേരളത്തില് ഇത്ര കൂടുതൽ വിറ്റിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച വേറൊരു ഷോപ്പ് ഉണ്ടാവില്ലേ മൊബിക്കോ. ഇറങ്ങിയ നിങ്ങൾക്ക് അറിയില്ല, 1500 പീസ് വരിക്ക് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തതാ. ഇത് പല പ്രൈസിൽ നമ്മൾ 4900 വരെ നമ്മൾ വിറ്റിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞ് 30,000 രൂപ ബൈജൂസ് ഇറക്കിയ ടാബ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 6,900. ഇതോട് ഈ സ്റ്റോക്ക് കൂടി കഴിഞ്ഞാൽ ശരിക്കും ബൈജൂസ് കഴിഞ്ഞില്ലേ? ഇപ്പം മറ്റു സ്ഥലങ്ങളൊന്നും ഇല്ലാന്നാണ് നമ്മളെ വിശ്വാസം. മാർക്കറ്റിൽ ഒരുവിധം പ്രൊഡക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിന്റെ പരമാവധി തീരുന്ന വരെ ഏറ്റവും ലാസ്റ്റ് വരെ നമുക്ക് വെക്കുന്ന ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു 500 പരം പീസ് ഇപ്പൊ നമ്മളത് സ്റ്റോക്ക് ഉണ്ട്. ബോക്സ് പീസ് മിനാറ പോലെ കൊണ്ടിരിക്കണതാ. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് കൂടി കഴിഞ്ഞില്ലേ? ഇതുകൂടി കഴിഞ്ഞാൽ ബൈജൂസ് കഴിഞ്ഞു. അപ്പൊ പഠിക്കുന്ന ആവശ്യത്തിനുള്ള കുട്ടികൾക്ക് ഒരു വീട്ടിലേക്ക് ഒരു ബൈജൂസ് ടാബ് ഏത് പ്രായക്കാർക്ക് എന്തിനും. ഇപ്പൊ സ്കൂളുകളിലേക്കൊക്കെ ക്വാണ്ടിറ്റി പോകുന്നുണ്ട്. തൊട്ടടുത്തുള്ള സ്കൂളൊക്കെ കഴിഞ്ഞ ദിവസം 100 പീസ് ഒരുമിച്ച് പോയത്. 100 പീസ് ഒരുമിച്ച് സ്മാർട്ട് ടാബ് ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, ഒരു കുട്ടിക്ക് ഒരു ടാബ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലേക്ക് ഒരു ടാബ് എന്നൊക്കെയുള്ള രീതിയിലാക്കി വെച്ചിട്ട് സ്കൂളുകളിലേക്ക് കണ്ടമാനം ക്വാണ്ടിറ്റി സ്റ്റോക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാരുതിന്റെ ഒക്കെ ഷോറൂമുകളിലേക്ക്, കാറിന്റെ ഷോറൂമുകളിലേക്കൊക്കെ കസ്റ്റമർ ഡാറ്റ എൻട്രി ചെയ്തൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പീസ് പോകുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാരെന്താ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ടാബ് സ്വന്തമാക്കാം. നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ ക്വാളിറ്റി ഇതിന്റെ കാണിച്ചിട്ടുള്ളതാണ്. അതെ. ഇനി ടാബുകൾ അല്ലാത്ത ടാബുകൾ നോക്കണം. OnePlusന്റെ പാഡ് 3, പാഡ് ഗോ, അതുപോലെ ഹോണറിന്റെ പാഡ് X9 ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മോഡൽ. അതും സാംസങ് T-Mobile ടാബ്, ലെനോവിന്റെ ടാബുകള്, ലെനോവിന്റെ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടാബുകൾ ഇഷ്ടം പോലെ വന്നിരിക്കുന്നു. JBLന്റെ സ്പീക്കർ സിസ്റ്റം വരുന്ന ടാബുകൾ, അത് ഷിയോമിന്റെ പാഡ്, ഐപാഡ് കണ്ടിട്ട് ഇതൊക്കെ ഒരു നിങ്ങൾക്ക് ലാപ്ടോപ്പോ അതേപോലെ ടാബുകളുടെ ലോകം കാണണമെങ്കിൽ അത് വന്നാൽ മതി. ഏതൊക്കെ ബ്രാൻഡുകളുണ്ടോ, സാംസങ്ങിന്റെ ചെറിയ മോഡൽ 9,000 രൂപന്റെ 5,500 ഒക്കെ ടാബുകൾ വേറെ കിടക്കുന്നുണ്ട്. 9,000 5,500 ഒക്കെ ടാബുകൾ ഇവിടെ വേറെ ഉണ്ട്. ടാബിന്റെ S സീരീസ്, ടാബ് A9+, ടാബ് S10 FE, S9 FE, A9+, അതേപോലെ തന്നെ ലെനോവിന്റെ ഒക്കെ നല്ല അടിപൊളി ടാബുകളുണ്ട്. സ്റ്റാൻഡോട് കൂടിയുള്ള വരുന്നില്ല നമുക്ക്. ഇത് ഇഷ്ടം പോലെ. ഇനി ഐപാഡുകൾ വേണമെങ്കിൽ അവിടെ നോക്കണം. ഐപാഡുകൾ ഒരുപാട് വേണമെങ്കിൽ 4,700, 9,500, 17,500 എന്നൊക്കെ പറഞ്ഞിട്ട് ഐപാഡിൽ ഒരുപാട് മോഡൽ 9,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ലെനോവന്റെ ഒക്കെ ഒരുപാട് മോഡൽ ടാബുകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. മോട്ടോറിന്റെ ടാബ് ഉണ്ട്. നേരത്തെ പറഞ്ഞ JBLന്റെ സ്പീക്കർ സിസ്റ്റം വരുന്ന AMOLED ഒക്കെ വരുന്ന അടിപൊളി ടാബ്. അത് ബോസ് ₹100 പുതിയ റേറ്റ് വരുന്നത്. ഇവിടുത്തെ റേറ്റ് 18,000 രൂപ. 8GB റാം, 256GB സ്റ്റോറേജ്, AMOLED, അതുപോലെ ഡോൾബി സിസ്റ്റം, JBLന്റെ സൗണ്ട് സിസ്റ്റം വരുന്നത് വേറെ ലെവല് ടാബുകളാ. ഇനി പാഡ് ഗോ അവിടെ ഒരുപാട് പീസ് എടുക്കുന്നുണ്ട്. OnePlus പാഡ് 2 ഉണ്ട്. ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഷോമിന്റെ പാഡുകൾ ഇഷ്ടം പോലെ കിടക്കുന്നത്. പാഡ് 6, പാഡ് 7, പാഡ് പ്രോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പാഡുകളുടെയും ടാബുകളുടെയും വേറെ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താ മൊബൈലുകൾക്ക് ഒന്നുകൂടി നിരാശപ്പെടാത്ത രീതിയിൽ ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോൺ ആണെങ്കിലും ടാബുകളാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ മൊബൈൽ കിട്ടാത്ത ഒന്നും ഉണ്ടാവില്ല. ഇനി ഐഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ചെറിയ മോഡൽ നോക്കുകയാണെങ്കിൽ 12, 13 മിനി, 13 ഐഫോണിന്റെ എല്ലാ മോഡലും, ഐഫോണിന്റെ എല്ലാ മോഡലും ഫ്രഷ് ബോക്സ് പൊട്ടി സെക്കൻഡ് ആക്കണമെങ്കിൽ അങ്ങനെ. ഇനി സെക്കൻഡുകൾ കമ്പനി വാണ്ടിയില്ലെങ്കിൽ മൊബിക്കോന്റെ വാണ്ടിയിലാണ് കൊടുക്കുക. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ മോഡൽസും 13 Pro, 14 Pro, 15 Pro, 15 Pro Max, 16 Pro Max ഇങ്ങനെ പിടിച്ചിട്ട് 3 കണ്ണുള്ള എല്ലാരും ഉണ്ട്. ഓരോ മോഡൽ 3 കണ്ണുകളുണ്ട്, 2 കണ്ണുകളുണ്ട്. വീഡിയോ ചെയ്ത് ഒരുപാട് സംസാരിച്ചില്ലേ, അതിനോട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിഞ്ഞിട്ടാണ്. ഐഫോണിന്റെ എല്ലാ മോഡലും മൊബിക്കോയിൽ സ്റ്റോക്ക് ഉണ്ട്. ഏറ്റവും നല്ല മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള പ്രൈസ് ആയിരിക്കും മൊബിക്കോന്റെ പ്രൈസ് ഉണ്ടാവും. ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള മാത്രം ഇവിടെ സ്ക്രാച്ചോ കാര്യങ്ങളോ റീപ്ലേസോ റിപ്പയറോ ചെയ്ത ഒരു പ്രൊഡക്റ്റും മൊബിക്കോയിൽ സെയിൽ ചെയ്യൂല. അപ്പൊ നിങ്ങൾ 100% വിശ്വസിച്ചിട്ട് ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ലാപ്പോ ടാബോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊടുവള്ളി മൊബൈലുകൾ കൊണ്ടുവരി. ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എത്തി കഴിഞ്ഞാൽ താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസ് തൊടുങ്ങിനടുത്ത് തന്നെയാണ് മൊബിക്കോന്റെ ലൊക്കേഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പ് കയറിയിട്ട് കൊടുവള്ളി മൊബിക്കോ അടിച്ച് കഴിഞ്ഞാൽ നേരെ ഇതിന്റെ മുമ്പിൽ എത്താൻ പറ്റും.
വിളിച്ചിട്ട് കിട്ടുന്നില്ല പരാതി പറയരുത്. നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഇവിടെ തരും. അപ്പോൾ എന്താക്കാം, മൊബിക്കോന്റെ ഒരുപാട് വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. വീണ്ടും വരാം. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.